നമസ്തേ പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വേദവ്യാസ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 54-ാമത്തെ ശ്ലോകമാകുന്നു. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീഹി കിം പ്രഭാഷതേ കിം ആസീത വ്രജേത കിം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അർജുന ഉവാച ഹേ കേശവ സമാധിസ്ഥസ്യ സ്ഥിതപ്രജ്ഞസ്യ ഭാഷ കാ സ്ഥിതധീഹി കിം പ്രഭാഷതേ കിമാസീത കിം വ്രജേത. ഇവിടെ ഒരവസരം ഒത്തു വന്നപ്പോൾ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നതാണ്, സമാധിയെയും ജ്ഞാനത്തെയും പ്രാപിച്ചിട്ടുള്ളവൻ്റെ ലക്ഷണം എന്തൊക്കെയാണെന്നാണ് അർജുനൻ പ്രസ്തുത ശ്ലോകത്തിലൂടെ ഭഗവാനോട് ചോദ്യരൂപേണ സംശയരൂപേണ ചോദിക്കുന്നു. അല്ലയോ കേശവ, സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിരബുദ്ധിയോടുകൂടിയവൻ്റെ ലക്ഷണം എന്താണ്? സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ സ്ഥിതി ചെയ്യുന്നു, എപ്രകാരം സഞ്ചരിക്കുന്നു? ഇതൊക്കെയാണ് അർജുനൻ പ്രസ്തുത ശ്ലോകത്തിലൂടെ ഭഗവാനോട് ചോദ്യരൂപത്തിൽ ഉന്നയിക്കുന്നത്. നമസ്തേ.